ഷോപ്പിനേക്കാൾ അങ്ങനെയാണെങ്കിൽ ലാഭേ വരുള്ളൂ. കാരണം ടാക്സ് ഈ കാര്യങ്ങളൊന്നും വരില്ല അതിൽ. ഇതെന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഏരിയയിൽ അധികമായിട്ട് ഇങ്ങനത്തെ കടകളൊന്നും ഇല്ല. നമ്മളൊന്നും പഠിക്കാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമ്മൾ പഠിച്ചിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്ററായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എൻ്റെ ഒരു ഇത്. 300 റേഞ്ചിലൊക്കെ വരുന്ന സാധനം ഇത്. ഈ ടൈപ്പൊക്കെ തൊപ്പിയുള്ള ടൈപ്പ് ഷോപ്പിൽ ഇത് നല്ല റേറ്റ് വരും. ആൾക്കാരൊക്കെ നല്ല രീതിയിൽ വിലയിരുത്തേണ്ടത് ഇതിനെക്കുറിച്ച്. കാരണം വെച്ചാൽ എടുക്കുന്നുണ്ട്, കുഴപ്പമില്ല. എൻ്റെ പേര് സുഭാഷ്. ഇപ്പോൾ ഇത് കുറച്ചായിട്ടുള്ള ഈ സംരംഭം തുടങ്ങിയിട്ട് ഇത് തുടങ്ങണമെന്ന് നമുക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു, എന്തെങ്കിലും ബിസിനസ് മേഖലയിൽ. അപ്പോൾ വിചാരിച്ച് ഇങ്ങനെ എന്തെങ്കിലും ചെറിയൊരു ഷോപ്പുമായിട്ട് തുടങ്ങണം. അപ്പോൾ ഇതിൽ യൂട്യൂബിൽ നോക്കിയപ്പോൾ ആ ടൈമിൽ കണ്ടത് ഒരു മോഡലാണ്. ഇങ്ങനത്തെ മോഡൽ കുറേ ഇത് കൂടുതലും നമ്മളെ ഏരിയയിലില്ല, പുറമെയാണ് ഉള്ളതൊക്കെ. ബാംഗ്ലൂർ അതേമാതിരിയുള്ള ഏരിയകളിലാണ് ഇത് കൂടുതലായിട്ടും ഉള്ളത്. അപ്പോൾ ചെറിയൊരു ടൈപ്പായിട്ട് ഇത് ഞങ്ങൾ തന്നെ സ്വന്തമായിട്ട് ഉണ്ടാക്കിയെടുത്ത ഇതാണ്. ആൾക്കാരെ കൊണ്ട് മോഡൽ പറഞ്ഞു കൊടുത്തിട്ട് ഉണ്ടാക്കി ചെയ്ത് അത്താണിന്ന് ചെയ്തു. കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വന്നു. കാരണം എന്ന് വെച്ചാൽ അതിനുള്ള ടയറുകൾ ഒപ്പിക്കാനും ഇതൊപ്പിക്കാനും അതേമാതിരിയുള്ള ഇതിന് വേണ്ട ഇരുമ്പുകൾ ഇതൊക്കെ ഒപ്പിക്കാൻ കുറച്ച് ടൈം പിടിച്ചിരുന്നു. ഇതുണ്ടാക്കാൻ വേണ്ടി ഒരു 2-3 ദിവസം. ഞാൻ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈം പറഞ്ഞാൽ ഒരു 3 മണി റേഞ്ചിലാണ്. നൈറ്റ് ഒരു 9:30 ആ സമയം വരെയൊക്കെ ഏകദേശം ഉണ്ട്. ഷോപ്പിനേക്കാൾ അങ്ങനെയാണെങ്കിൽ ലാഭേ വരുള്ളൂ. കാരണം ടാക്സ് കാര്യങ്ങളൊന്നും വരില്ല അതിൽ. കാരണം എന്ന് വെച്ചാൽ അതാണ് മെയിൻ ഇത്. അങ്ങനെ നോക്കുമ്പോൾ അവർക്ക് ലാഭം എങ്ങനെയാണെങ്കിൽ ലാഭം അവർ കസ്റ്റമർക്ക് ഉണ്ടാവും. ഇതൊരു 250 ആ റേഞ്ച് പോകും. ഈ ക്ലോത്ത് നല്ല ക്ലോത്താണ്. ഇതൊക്കെ അതിൻ്റെ വേറൊരു മോഡല് സെയിം റേറ്റ് തന്നെ. ഞാനിപ്പോൾ സ്റ്റാർട്ടിങ് ആയിട്ട് ഇവിടെ വേറൊരു ബെൽറ്റ് ഇട്ട് കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് ഒന്നും അറിയാതെ, ബേസിക്കായിട്ട് മടക്കാനോ ഇതാക്കാനോ ഒന്നും അറിയാതെ ഞാനിത് തുടങ്ങി വെച്ചിട്ട് ഒരു കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ ഒരു കസ്റ്റമർ വരുമ്പോൾ നമ്മളെ വർക്കിംഗ് സ്പീഡായിരിക്കും. അവരോട് സംസാരിക്കുന്നതാണെങ്കിലും അവരോട് ചെയ്യുകയാണെങ്കിൽ എല്ലാ കാര്യവും നമ്മൾ സ്പീഡ് ചെയ്യും. നമ്മൾ ഈ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ട് നമ്മൾ കടയിലേക്ക് ഇറങ്ങുമ്പോൾ കുറച്ചും കൂടി ഇമ്പ്രൂവ് ആയിട്ട് ചെയ്യാൻ പറ്റും. പ്രായമുള്ള ആൾക്കാർ സ്വതവേ ഇങ്ങനത്തെ മോഡലിനോട് അധികം താല്പര്യം വരില്ല. അതിനുള്ള മോഡൽ നമ്മൾ ഇറക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിങ് ആയതുകൊണ്ട് നമ്മൾ ചെക്കന്മാർക്കുള്ള മോഡലാണ് കൂടുതലും വരുന്നത്. ഓരോരോ മോഡൽസ് ഉണ്ട് ഓരോരുത്തർക്കും. വൈ സ്ലീവായിട്ട് അതേമാതിരി നമ്മൾ കൈ ടൈറ്റ് ആവണ മോഡല്, അങ്ങനെ ഫുൾ കൈ തന്നെ 2-3 തരത്തിലുള്ളതുണ്ട്. ഒന്ന് 2 നിറമായിട്ട് ഫുൾ കൈ വരുന്ന ടൈപ്പ് ഉണ്ട്, ഒന്ന് സിംഗിളായിട്ട് മൊത്തത്തിൽ. അപ്പം നമ്മൾ പറഞ്ഞാൽ 2 നിറമുള്ളതും സിംഗിൾ പീസും മറ്റേതും ഉണ്ട്. ജേഴ്സി ടൈപ്പിനൊക്കെ വരിക പറഞ്ഞാൽ 100-200 ആ റേഞ്ചിൽ. കുറച്ചും കൂടിയൊക്കെ ഹാർഡായിട്ട് തന്നെ ടൈപ്പിനാണ് 300. പിന്നെ ഈ വൈ സ്ലീവ് മോഡലിനൊക്കെ 350 ആ റേഞ്ചിൽ. ബാംഗ്ലൂർ അതേമാതിരിയുള്ള ഏരിയകളിലൊക്കെ പോയിട്ടും ഹോൾസെയിൽ ഇതായിട്ട് വരും. വർക്കൊക്കെ കഴിഞ്ഞ് വന്ന ആൾക്കാരൊക്കെ ആകുമ്പോൾ ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ വരുന്ന ടൈമാണല്ലോ നൈറ്റ് ആകുമ്പോൾ. പകല് പറഞ്ഞാൽ ചെക്കന്മാരൊക്കെ ആണെങ്കിലും വർക്കിന് പോകണ ഓരോ തിരക്കും കാര്യങ്ങളും ഉണ്ടാകുമ്പോൾ അവർക്ക് വരാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇത് കോട്ടക്കടവ് TMHൻ്റെ അടുത്തായിട്ട് ഏതൊരു ബിസിനസ് ആണെങ്കിലും നമ്മൾ കസ്റ്റമറെ കയ്യിലെടുക്കാനാണല്ലോ ചെയ്യണത്. കസ്റ്റമറെ കയ്യിലെടുക്കാനാണെങ്കിൽ ചെറിയതിന്ന് തുടങ്ങിയിട്ട് വലുതിലേക്ക് പോകണമെന്നല്ലേ. എന്നാൽ ആൾക്കാർക്ക് നമ്മളെക്കുറിച്ച് ഇടപഴകൽ കൂടുതലായിരിക്കും. ഇതൊരു കടേൻ്റെ ഉള്ളിൽ വലിയ ഇതാകുമ്പോൾ കടേൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിൽക്കുക ചെയ്യും.